അപ്പം ഇനി കഴിക്കാൻ പോവാം. ഇനി അധികം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അത്യാവശ്യം കുറച്ച് സമയമൊക്കെ വെച്ചു കേട്ടോ, ഒരു 1.5-2 മണിക്കൂറൊക്കെ വെച്ചു. ഇനി നമുക്ക് കഴിക്കാം. കുറേ നാളെ വിചാരിക്കണം പൊതിച്ചോറ് കഴിക്കണം എന്ന്. അപ്പോൾ ഒരു നല്ല വാഴയിലയുടെ ഒക്കെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. ചമ്മന്തി, നിങ്ങളിങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടോ? അടിപൊളി ടേസ്റ്റ് ചമ്മന്തി. ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ പൊതിച്ചോറ് ഉണ്ടാക്കാം. പൊതിച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണ് അല്ലേ. പഴയ കാലങ്ങളിലേക്കൊരു തിരിച്ചു പോക്കെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പഴയ ഓർമ്മകളൊക്കെ ഒരുപാട് വരും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോയി വാഴയിലേക്ക് വാങ്ങിച്ചു കിട്ടാം. വാഴല ഉള്ളയിൽ വീതിയുള്ളതൊക്കെ നോക്കി എടുത്തു. ഇവിടെ വീതിയുള്ള വാഴല കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതായത് കഴുകി തുടച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ കൂർക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല കൂർക്കയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കൂർക്ക എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് പോലെ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കയ്യിൽ കറ കാര്യങ്ങളൊന്നും പിടിക്കാതെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു കൂർക്ക കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ തൊലി നന്നായിട്ട് പോകണ്ടായിരുന്നു. അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് തലേദിവസം തന്നെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. കൂർക്ക ക്ലീൻ ചെയ്തെടുക്കലൊക്കെ അത്യാവശ്യം സമയം എടുക്കുന്ന പരിപാടിയല്ലേ. അതിപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതൊന്ന് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു വിസിൽ വരുന്ന വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കടായിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിലും വേവിച്ചെടുക്കാവുന്നതുള്ളൂ. ഒരുപാട് വെന്ത് കുഴയണ്ട, ആ ഒരു രീതിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനൊരു 2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് അധികം വെള്ളം ഉണ്ടായിട്ട് പിന്നെ അതൊന്ന് വറ്റിച്ചൊക്കെ വരുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് അവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫിഷും ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ തലേദിവസം ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ തയ്യാറാക്കാവുന്ന ഒരു പൊതിച്ചോറാണ്. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. പക്ഷേ നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്താ പറയുക, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, നമുക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാവുന്ന ഒരു രീതിയിലുള്ള പൊതിച്ചോറാണ്. പൊതിച്ചോറിന് പിന്നെ അങ്ങനെ നിയമങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്ന കറികൾ വേണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ അയില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ എടുക്കാവുന്നതുള്ളൂ. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ പൊതിച്ചോറൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുപോയിരുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ നമ്മുടെയൊക്കെ ഇടയിൽ. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ പോണ സമയത്ത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു, പൊതിച്ചോറെണ്ണം എടുത്തിരിക്കണേന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. എന്താ പറയുക, പലർക്കും ട്രെയിൻ യാത്ര എന്നൊക്കെ പറയുമ്പോൾ പൊതിച്ചോറ് അങ്ങനത്തെ ഓർമ്മകളൊക്കെയല്ലേ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഈ അയില നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്തെടുക്കണത്, ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ആ ഒരു മസാല കാര്യങ്ങളൊക്കെ പിടിച്ച് ഒക്കെ ഇരുന്നോളൂല്ലോ. അല്ലെങ്കിൽ തലേദിവസം ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വരും. നമുക്ക് പണിയും പിന്നെ കുറവ് തന്നെയാണല്ലോ. ഈ ഒരു പൊതിച്ചോറിൽ ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്പെഷ്യൽ മസാല ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മീൻ ഫ്രൈയും തയ്യാറാക്കണത് കേട്ടോ. പിന്നെ കൂർക്കം മെഴുക്കുപുരട്ടി എന്നൊന്നും ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരൊന്നും പറയില്ല. പക്ഷെ കൂർക്കുപ്പേരി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും തൃശ്ശൂരുകാരുടെ ഒരു വികാരം തന്നെയാണ്. പ്രത്യേകിച്ച് നാട്ടിലില്ലാത്തവരെയൊക്കെ സംബന്ധിച്ച് കൂർക്ക ശരിക്കും ഒരു വികാരം തന്നെയാണ്. എൻ്റെയൊക്കെ പേഴ്സണൽ ഫേവറേറ്റാണ് കൂർക്ക എന്ന് പറയുന്നത്. ആ ഒരു നന്നാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കഴിക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതേ ചിക്കൻ പീസസും കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഗിൻ്റെ ആ ഒരു പീസൊക്കെ ഞാനൊന്ന് വരഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ, മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്കിത് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു മസാലയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വെക്കാം കേട്ടോ. സാധാരണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ്. ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക, സ്പെഷ്യൽ മസാലയൊക്കെ തയ്യാറാക്കാം കേട്ടോ.
അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു തൊലി കളഞ്ഞെടുത്ത ഇഞ്ചി ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഒന്ന് കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് അരഞ്ഞ് വരാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 6-7 ഇല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നാടൻ വെളുത്തുള്ളിയാണ്. പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ച് ഞാനൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ മുളക് പൊടിയുടെ അളവൊക്കെ കൂടുതൽ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതുപോലെ മീനൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് വറുത്ത് നോക്കൂട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ 1 ടീസ്പൂൺ മുഴുവനോട് കൂടിയുള്ള കുരുമുളക്, ഇതും എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ എടുക്കാം കേട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വിനാഗിരി 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഒരു മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ച് വരാനും നല്ലൊരു ടേസ്റ്റൊക്കെ കൊടുക്കാനും ഒക്കെ വിനാഗിരി സഹായിക്കും കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ. ഇതിപ്പോൾ ഇവിടെ തണുപ്പായ കാരനാണ്, വിൻ്ററായ കാരനാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വിനാഗിരിയും വെളിച്ചെണ്ണയൊക്കെ മതിയാവും. അത് കറക്റ്റായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പോൾ ഒരു 4 മീനിലുള്ള അളവിലുള്ളൊരു മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ്. എല്ലാം നന്നായിട്ട് ആ ഒരു വരഞ്ഞ് കൊടുത്ത ആ ഒരു ഭാഗത്തും മീനിൻ്റെ ഉള്ളിലും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല തയ്യാറാക്കിയ സമയത്ത് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ചേർക്കാം. അതൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊടുക്കും ഈ ഒരു മീൻ ഫ്രൈക്ക്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ ഈ അരച്ചെടുക്കണയിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ചേർത്താലും നല്ല ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് തന്നെ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഒരു എരിവ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീരാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ നാരങ്ങാ നീരാണ്, ഞാൻ കോക്കനട്ട് വിനിഗറാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് വിനിഗർ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് വിനിഗർ ആകുമ്പോൾ ഇത്രയ്ക്ക് അളവ് ആവശ്യമില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് വിനിഗർ എന്ന് പറയുമ്പോൾ ഒന്നും കൂടിയും സ്ട്രോങ് ആണല്ലോ. അപ്പോൾ അത്രയ്ക്ക് ആവശ്യമില്ല. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കനും മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് റെഡിയായിട്ട് തന്നെ വന്നോളുണ്ടോ. ഇനി നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഒരു നാടൻ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കണത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടാണ് പിന്നെ ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അടച്ചു വെച്ച് കുക്ക് ചെയ്യണ സമയത്ത് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ ചിക്കൻ പീസസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ വേറെ മസാലയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ഗരം മസാല പോലും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടത്. ഇതിപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വെറൈറ്റി ചിക്കൻ ഫ്രൈഡ് റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിമിഷാസ് കിച്ചണിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ചൂടായതിന് ശേഷമാണ് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം പുറത്തോട്ട് വരും. പിന്നെ ഇതൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴാണ് ഇതൊന്ന് ഫ്രൈ ആയിട്ടൊക്കെ വരിക കേട്ടോ. പിന്നെ വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു മീനുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. എല്ലാം കൂടെ ഒരുമിച്ച് റെഡിയാക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുമല്ലോ. ഓരോന്ന് റെഡിയാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മീനും അവിടെ ഇരുന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ, നന്നായിട്ട് തന്നെ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ച് മൊരിച്ചെടുക്കുമ്പോഴാണ് മീനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ.
അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ കൂർക്ക അപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂർക്കയൊക്കെ ഒന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി തന്നെയാണ് ഇതുപോലെയുള്ള കൂർക്ക, അതുപോലെ കൂർക്ക ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാമെന്ന് മാത്രം. പുറത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ചെറിയുള്ളി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അപ്പോൾ ചെറിയുള്ളി കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫ്ലേവറോട് കൂടി തന്നെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് ആ ഒരു ഫ്രൈ ആയിട്ട് മൊരിഞ്ഞ് വരുമ്പോഴാണല്ലോ ആ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളിലേക്കൊക്കെ ശരിക്കും പറഞ്ഞു വരിക. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഫിഷ് ഫ്രൈയും ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട്. ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ തന്നെയല്ല വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ കൂർക്ക കണ്ടോ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. കൂർക്കയൊക്കെ മിക്കപ്പോഴും നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരാറുണ്ട്. പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേ നാൾ ഇവിടെ ഇരുന്ന് പിന്നെ കൂർക്കിരുന്ന് ഉണങ്ങാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൂർക്ക ആ ഒരു മണ്ണൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ അത് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്താ പറയുക, മിക്കപ്പോഴും ഉണങ്ങിയതിന് ശേഷമായിരിക്കും ഉണ്ടാക്കുക. അത് കാരണം ഞാൻ ഈ പ്രാവശ്യം വേഗം തന്നെ ഉണ്ടാക്കി. അതിന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലി പൊളിച്ചെടുക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും ചെയ്യാം, ഈസിയാണ്. പക്ഷെ കൂർക്കയായതുകൊണ്ട് തന്നെ ചെറുതല്ലേ, അപ്പോഴാണെങ്കിലും കുറച്ച് സമയം എടുക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതേ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചതച്ച മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ കേട്ടോ. ഒരു 3 ടീസ്പൂൺ ചതച്ച മുളകും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ വരണം കേട്ടോ. അപ്പോൾ ചതച്ച മുളകൊക്കെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റാണ്. മുളക് പൊടിക്ക് പകരം ചതച്ച മുളക് തന്നെ ചേർക്കാം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് വരിക. ഇപ്പോൾ തൃശ്ശൂരുകാർക്കൊക്കെ എന്താ പറയുക ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുക. എന്താ പറയുക, എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു രീതിയിലല്ലല്ലോ ഉണ്ടാക്കുക. കൂർക്ക മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ കൂർക്ക ഉപ്പേരിയൊന്നും. ഇനി നന്നായിട്ട് ഫ്രൈ ചെയ്ത ആ ഒരു ഉള്ളിയിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. നമുക്ക് ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ ആ ഒരു ഉള്ളിയിലേക്ക് കൂർക്ക വേവിച്ചത് ചേർത്ത് കൊടുക്കുക. വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു വെള്ളത്തിൽ കിടന്ന് കുറച്ച് സമയം നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോഴാണ് അതിനൊന്നും കൂടി നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ കുറച്ച് ഭാഗമൊന്ന് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ഉടഞ്ഞിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം, മൊത്തത്തിലല്ല. അപ്പോൾ അതേ മീനൊക്കെ അവിടെ ഇരുന്ന് റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ചിക്കനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളികേരമാണ് വേണ്ടത് ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നാളികേരം ചെരുകിയതൊന്നും ഇല്ല. അതുതന്നെ ഞാനിപ്പോൾ നാളികേരം ഇതിന് വേണ്ടിയിട്ട് കൊത്തിയെടുക്കണം. അല്ലെങ്കിൽ ഞാൻ ചെരുകി ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുക്കാമല്ലോ നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കൊത്തിയതിന് ശേഷം ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുമല്ലോ. അപ്പോൾ ചമ്മന്തിക്കാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇങ്ങനത്തെ സംഭവങ്ങൾ എളുപ്പമാണ്. അപ്പോൾ വലിയൊരു നാളികേരത്തിൻ്റെ പകുതിയുടെ പകുതി, അതായത് 1 മുറിയുടെ പകുതി അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വലിയ നാളികേരമായിരുന്നു. അപ്പോൾ ഇതേ മീനും ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, എല്ലാം റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നല്ല മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. മുന്നൊന്നും മീൻ വാങ്ങിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല. അതായത് ഈ കടലിൻ്റെ വ്യത്യാസം കാരണം മീനിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് വരണ മീനാണ്. അത് കാരണം നാട്ടിലൊക്കെ കിട്ടണ ആ ഒരു മീനിൻ്റെ ടേസ്റ്റാണ്. പക്ഷെ മുന്നൊക്കെ കിട്ടിയിരുന്നത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് കുറവായിരിക്കും. അത് കണ്ടോ, ചിക്കൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി അത് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ആ ഉള്ളി മൂപ്പിച്ചെടുത്തതില്ലേ അതിലേക്ക് ആ ഒരു കൊത്തിയെടുത്ത നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാഷ്നറ്റാണ് കേട്ടോ. ഒരു 7-8 ക്യാഷ്നറ്റ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാഷ്നറ്റ് ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ക്യാഷ്നറ്റാണ്. ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ എണ്ണയൊന്നും പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. എണ്ണയുടെ ആവശ്യമില്ല, ചമ്മന്തിയാണല്ലോ. പിന്നെ നാളികേരവും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഓയിൽ കണ്ടൻറ്റ് തന്നെയാണല്ലോ. പിന്നെ ഇതിലേക്കൊരു 4 ചെറിയുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം
കോൽപ്പുളി അല്ലെങ്കിൽ വാളംപുളി എന്നൊക്കെ പറയില്ലേ, അതൊന്ന് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഈ നാളികേരം ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന ഒരു രീതിയിൽ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൊത്തിയെടുത്ത നാളികേരത്തിന് പകരം ചെറുകിയെടുത്ത നാളികേരമാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉണക്കമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഓൾറെഡി ആ ഉള്ളിയിൽ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് എരിവ് വേണമല്ലോ, ചമ്മന്തി അല്ലേ. അപ്പോൾ ഞാനൊരു 5 ബേഡ്ഗി ചില്ലിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഏത് ഉണക്കമുളക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ആ ഉണക്കമുളകും എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റോട് കൂടിയുള്ള ചമ്മന്തി തന്നെയാണ്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ തന്നെയായിരിക്കും ഇരിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ. തുറന്ന് വെച്ചിട്ട് തയ്യാറാക്കുന്നതിനേക്കാളും ടെക്സ്ചർ ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നൊന്ന് റെഡി ആയിട്ട് തന്നെ വരട്ടെ കേട്ടോ. അപ്പോൾ ഇതേ കൂർക്കയിലും വെള്ളം ഒന്നും കൂടി വറ്റി വരാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ 4 അടുപ്പിലും ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് തന്നെ വരുമല്ലോ. അപ്പോൾ ഈ ഫിഷ് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചിക്കനാണെങ്കിലും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കോരി മാറ്റിയാണ് കേട്ടോ. ആവശ്യത്തിന് തന്നെ ഫ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചമ്മന്തി അരച്ചെടുക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ബാക്കി കൂർക്കി മോടിയിരുന്ന് റെഡി ആവുന്നുണ്ട് ഒരു ഭാഗത്ത്. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ പൊതിച്ചോറ് കൊണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതിച്ചോറിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം എന്തായിരുന്നു? അങ്ങനെ പൊതിച്ചോറ് നിങ്ങൾ കൊണ്ടുപോയിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ പറയുക, പഴയ ഓർമ്മകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്. ശരിക്കും ട്രെയിൻ യാത്രകളുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട വിഭവം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ആ ഒരു നാളികേരവും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം കേട്ടോ. അതായത് ആ ഒരു പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് അരഞ്ഞ് വരണ്ട, എന്നാൽ ആവശ്യത്തിന് തന്നെ ആ ഒരു ചമ്മന്തിയുടെ ഒക്കെ ഒരു പരുവത്തിൽ അങ്ങനെ അരച്ചെടുത്താൽ മതിയോ. അപ്പോൾ കൂർക്കും കണ്ടോ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കണ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് കൂർക്കുപ്പേരി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ചമ്മന്തി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവം ആ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ചമ്മന്തിയും റെഡിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ഫ്ലേവറോട് കൂടിയുള്ള ഒരു ചമ്മന്തിയാണ്. ആ ഒരു ഉള്ളി മൂപ്പിച്ചതിൻ്റെ ആ ഒരു ഫ്ലേവറും കാഷ്യൂനട്ടിൻ്റെ ടേസ്റ്റും അതൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇത്ര തന്നെയാണ് തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓംലെറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ അതേ വാഴയുടെ ഈ തണ്ടിൻ്റെ അടിഭാഗത്ത് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഇല അതായത് മടക്കിയെടുക്കണ സമയത്ത് ആ ഒരു ഭാഗം പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അതായത് വാട്ടിയെടുക്കാമെന്ന് പറയുമല്ലോ, ഇല പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം പിന്നെ നമുക്ക് പൊതി കെട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് സമയം ഇരിക്കണമല്ലോ, അപ്പോഴെല്ലാം ആ ഒരു ഇലയുടെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ചോറിലേക്കൊക്കെ വരുമല്ലോ. നല്ല ചൂട് ചോറ് വാഴയിലയിൽ ഇടുമ്പോഴല്ലേ ശരിക്കും ആ ഒരു ഫ്ലേവേഴ്സൊക്കെ വരിക. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ വാഴയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ല ഫ്ലേവേഴ്സൊക്കെ കിട്ടാൻ. ഞാനെന്തായാലും ഒരു 2 മണിക്കൂറൊക്കെ എന്തായാലും വെക്കുന്നുണ്ട്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചാലാണ് നന്നായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ആദ്യം ഒരു ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വാഴ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ പൊതിഞ്ഞെടുക്കാൻ എളുപ്പമാണല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള ചോറ്, അതായത് നമ്മുടെ പാലക്കാടൻ മട്ടയാണ് ഇട്ട് കൊടുക്കണത്. നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ചോറ് ഇതാണല്ലോ. അപ്പോൾ ഇത് ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂർക്കുപ്പേരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കാം. ചതച്ച മുളകൊക്കെ കുറച്ച് അധികം ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നല്ല സ്പൈസി ആയിട്ട് ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ വരും.
അതുപോലെ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ വാലിൻ്റെ ഭാഗം ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കീറിപ്പോവാൻ സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ചിക്കൻ ഫ്രൈയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ താരം ചമ്മന്തി കൂടെ ഒന്ന് ഉരുട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇലയൊന്ന് മടക്കിയെടുക്കാം. അതിനു മുമ്പ് ഞാൻ കാന്താരി മുളക് ഉപ്പിലിട്ടത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് വിനാഗിരിയിലിട്ട ചൊർക്കയിലിട്ട കാന്താരി മുളക് ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കണത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി, ഞാൻ മുന്നേ ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ കാര്യമായിട്ട് എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇല ആദ്യം ഇതുപോലെ ഒന്ന് എന്താ പറയുക മടക്കിയെടുക്കണം. എന്നിട്ട് ന്യൂസ് പേപ്പറും കൂടെ വെച്ച് മടക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു മീനിൻ്റെ വാലിൻ്റെ ഭാഗം കൊണ്ടിട്ട് എൻ്റെ ഇലയുടെ ഒരു ഭാഗം ചെറുതായിട്ട് കീറിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എന്താ പറയുക അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മീൻ ചെറുതായിട്ട് മുറിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പൊതിച്ചോറിനൊക്കെ. ഇനി സാധാരണ ഇതുപോലെ അങ്ങോട്ട് എന്താ പറയുക മടക്കി എടുക്കുക തന്നെയാണ് ചെയ്യണത്. ഇനി ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, എത്ര പൊതിച്ചോറ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അടുത്ത പൊതിച്ചോറും ഇതുപോലെ തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാകുമ്പോൾ, നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട സംഭവം തന്നെയല്ലേ. നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴ കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, പറമ്പിലേക്കൊന്നും ഇറങ്ങിയാൽ മതി. ഇവിടെ വാഴ വാങ്ങിക്കാൻ പോണത് തന്നെ ഒരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. വാഴ കിട്ടും ഇവിടെ, പക്ഷേ വാഴ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമുക്ക് പാർക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം അവിടെ വണ്ടി നിർത്തി വാങ്ങിക്കാമെന്നൊക്കെ ഉള്ളത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ വാഴ കിട്ടാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട്. ഓൺലൈനൊക്കെ ആയിട്ട് ഇവിടെ വാഴ ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺലൈനൊക്കെ ആയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാഴയിൽ പൊതിച്ചോറോ ഉണ്ടാക്കാനോ അട ഉണ്ടാക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. വീതി ഉണ്ടാവില്ല, തീരെ ചെറിയ വീതിയില്ലാത്ത ടൈപ്പ് വാഴയിലേക്ക് ആയിരിക്കും കിട്ടുക. പിന്നെ നമ്മളത് റിട്ടേണൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് പലപ്പോഴും ഓൺലൈൻ വാഴയിലേക്ക് വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഉണ്ടാവാറ്. അപ്പം ഇനി കഴിക്കാൻ പോവാം. ഇനി അധികം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അത്യാവശ്യം കുറച്ച് സമയമൊക്കെ വെച്ചു കേട്ടോ, ഒരു 1.5-2 മണിക്കൂറൊക്കെ വെച്ചു. ഇനി നമുക്ക് കഴിക്കാം. കുറേ നാളെ വിചാരിക്കണം പൊതിച്ചോറ് കഴിക്കണമെന്ന്. അപ്പോൾ ആ ഒരു നല്ല വാഴയിലയുടെയൊക്കെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. അവനിപ്പോൾ കഴിക്കാൻ പോവാം, കൂടുതൽ ക്ഷമയില്ല. നമ്മുടെ നല്ല തൃശ്ശൂരുകാരുടെ സ്വന്തം കൂർക്ക മെഴുക്കുരട്ടി, കൂർക്കുപ്പേരി. തൃശ്ശൂർക്കാർക്ക് പിന്നെ എന്താ പറയുക തോരൻ മെഴുക്കുരട്ടി അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഉപ്പേരി എന്നുള്ള ഒരിതല്ലേ. ചമ്മന്തി, നിങ്ങളിങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടോ? അടിപൊളി ടേസ്റ്റ് ചമ്മന്തി. ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിക്കാം. മല്ലിപ്പൊടി ചേർത്തിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ മസാല അല്ലേ, നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി. നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇഷ്ടപ്പെടും. ആ ഒരു പഴയകാല ഓർമ്മകളൊക്കെ ഉണർത്തണ ഒരു പൊതിച്ചോറല്ലേ. പക്ഷെ വിഭവങ്ങൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓംലേറ്റ് ഒന്നും ഞാനിതിൽ വെച്ചിട്ടില്ല. പൊതിച്ചോറ് പിന്നെ എങ്ങനെയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടമാവും.